അധ്യക്ഷൻ ആദരണീയനായ ശ്രീ രാജീവ് ചന്ദ്രശേഖർജി നയിക്കുന്ന വികസിത കേരളം കൺവെൻഷന്റെ സമാരംഭം ഇന്ന് തൃശൂർ ജില്ലയിൽ നിന്ന് തുടങ്ങുകയാണ്. ഈ ഉദ്ഘാടന സഭയിലേക്ക് ഏവർക്കും സ്വാഗതം. കാര്യപരിപാടികൾ ആരംഭിക്കുകയാണ്. ആദ്യമായി വന്ദേ മാതരം ആലപിക്കുന്നതിന് അനഘയെ ക്ഷണിക്കുന്നു. വന്ദേ മാതരം വന്ദേ മാതരം സുജലാം സുഫലാം മലയജ ശീതളാം സസ്യശ്യാമളാം മാതരം വന്ദേ ശുഭ്രജ്യോത്സ്ന പുളകിതയാമിനി ഭുല്ലകുസുമിത ദ്രുമദള ശോഭിനി സുഹാസിനി സുമധുര ഭാഷിണി സുഖദാം വരദാം മാതരം വന്ദേ മാതരം. കോടി കോടി കണ്ഠ കളകള നിനാദ കരാളേ കോടി കോടി ഭുജയർ ധൃതഘര കരവാളേ കേവലേ മാതുമേ അവലേ बहुबलधारिणी नमामि तारिणी रिपुदलवारिणी मातरं वन्दे मातरम्. तुमि विद्या तुमि धर्म तुमि हृदि तुमि मर्म त्वं हि प्राणा शरीरे बाहुते तुमि मा शक्ति हृदये तुमि मा भक्ति तोमारयि प्रतिमा गडी मंदिरे मंदिरे वन्दे मातरम्. त्वं हि दुर्गा दश प्रहरणधारिणी कमला कमलदल विहारिणी वाणी विद्यादायिनी नमामि त्वां नमामि कमलाम् अमलाम् अतुलाम् सुजलां सुफलां मातरम् श्यामलां सरलां सुस्मितां भूषितां धरणी भरणी मातरम्. वन्दे मातरम् वन्दे मातरम् वन्दे मातरम्. മാറാത്തത് മാറും. വികസിത കേരളം കൺവെൻഷന്റെ ഈ പരിപാടിയിൽ സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി തൃശൂർ സിറ്റി ജില്ലാ ജനറൽ സെക്രട്ടറി ശ്രീ AR അജയ് ഘോഷിനെ ക്ഷണിക്കുന്നു.
എല്ലാവർക്കും നമസ്കാരം. ഇന്ന് തൃശൂർ ജില്ലയുടെ വികസിത കേരള കൺവെൻഷൻ ഇന്നിവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പരിപാടിയിൽ 51 ഏരിയയിൽ നിന്നും അതുപോലെ തന്നെ 1722 സജീവാംഗങ്ങളും ഈ യോഗത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് സംസ്ഥാനത്ത് 30 സംഘടനാ ജില്ലകളും ആ 30 സംഘടനാ ജില്ലകളിൽ ഏകദേശം 600 ജില്ലാ ഭാരവാഹികളും ആ 600 ജില്ലാ ഭാരവാഹിയിൽ തന്നെ ഏകദേശം 225 OBC വിഭാഗത്തിൽപ്പെട്ട ആളുകളും SC വിഭാഗത്തിൽപ്പെട്ട 75 പേരും ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട 50-ൽ കൂടുതൽ ആളുകളും അതുപോലെ തന്നെ 70% യുവാക്കൾക്ക് അവസരം കൊടുത്തുകൊണ്ടാണ് ഇന്ന് സംസ്ഥാനത്ത് ഈ കമ്മിറ്റി രൂപീകരിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ കൺവെൻഷനിൽ തന്നെ ഒട്ടനവധി വിഷയങ്ങൾ സംസാരിക്കാനുള്ളത് കൊണ്ട് ഞാൻ മറ്റു വിഷയങ്ങളിലേക്ക് ഒന്നും കിടക്കുന്നില്ല. ബാക്കിയുള്ള വിഷയങ്ങളെ കുറിച്ചൊക്കെ വേദിയിലിരിക്കുന്ന നമുക്കിത് നിശ്ചയിക്കപ്പെട്ട ആളുകൾ സംസാരിക്കും എന്നുള്ളത് കൊണ്ട് സമയത്തിന്റെ പരിമിതി മൂലം ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കിടക്കുകയാണ്. സ്വാഗതം പറയുക എന്നുള്ളൊരു കർത്തവ്യമാണ് നമുക്കുള്ളത്. നമുക്കറിയാം, രാജീവ് ചന്ദ്രശേഖർജി സ്ഥാനമേറ്റ കഴിഞ്ഞതിന് ശേഷം ഏറ്റവും ആദ്യം 30 സംഘടനാ ജില്ലയിൽ ഇന്ന് എത്തിയിട്ടുള്ളത് നമ്മൾ തൃശൂർ സിറ്റി ജില്ലയിലാണ് ആദ്യത്തെ ഈ സംഘടനയുടെ യാത്ര തന്നെ തുടങ്ങുന്നത്. വലിയ ഉദ്ദേശ ലക്ഷ്യങ്ങൾ കൂടി തന്നെയാണ് ഈ യാത്ര ആരംഭിച്ചിട്ടുള്ളത്. നമുക്ക് രാജീവ് ചന്ദ്രശേഖരനെ കുറിച്ച് അറിയാം. നമുക്കറിയാം, അദ്ദേഹം കർണാടകത്തിൽ നിന്നും അവിടെ നിന്നാണ് നമ്മുടെ രാജ്യസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുകയും അതിനുശേഷം നമുക്കറിയാം കേന്ദ്രമന്ത്രി സഹമന്ത്രിയാകുകയും നമ്മുടെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തന്നെ അതുപോലെ തന്നെ നമ്മുടെ മന്ത്രിസഭയിൽ തന്നെ അദ്ദേഹം ഏറ്റെടുത്തിട്ടുള്ള പ്രവർത്തനം വളരെ മികച്ച രീതിയിൽ തന്നെ പ്രവർത്തനം കാഴ്ചവെക്കാൻ സാധിച്ചിട്ടുള്ള രാജീവ് ചന്ദ്രശേഖർജിയാണ് നമ്മുടെ സംസ്ഥാന അധ്യക്ഷൻ തന്നെയാണ് ഈ കൺവെൻഷൻ ഇവിടെ ഉദ്ഘാടനം ചെയ്യുന്നത്. അദ്ദേഹത്തിന് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഇതിൽ അധ്യക്ഷത വഹിക്കുന്നത് സിറ്റി ജില്ലയുടെ അധ്യക്ഷൻ ജസ്റ്റിൻ ജേക്കബ് അവറുകളാണ്. അദ്ദേഹത്തിനും സ്വാഗതം ആശംസിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഈ കേരള സംസ്ഥാനത്തിന്റെ മുൻ സംസ്ഥാന അധ്യക്ഷനും നാഷണൽ കൗൺസിൽ മെമ്പറുമായിട്ടുള്ള KV ശ്രീധരൻ മാഷ് അവർക്ക് സ്വാഗതം ആശംസിക്കുന്നു. ഈ യോഗത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ സംസ്ഥാനത്തിന്റെ ജനറൽ സെക്രട്ടറി MT രമേശ് അവറുകൾ രമേശ് ചേട്ടന് സ്വാഗതം ആശംസിക്കുന്നു. ഈ യോഗത്തിൽ സംസ്ഥാനത്തിന്റെ ഉപാധ്യക്ഷൻ നമുക്കെല്ലാവർക്കും പരിചയസമ്പന്നായിട്ടുള്ള N രാധാകൃഷ്ണൻ അവറുകൾ അദ്ദേഹത്തിന് സ്വാഗതം ആശംസിക്കുന്നു. ശോഭ സുരേന്ദ്രൻ നമുക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. നമ്മുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശോഭ ചേച്ചിയെ സ്വാഗതം ആശംസിക്കുന്നു. ഈ യോഗത്തിൽ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള സദാനന്ദൻ മാഷ് അവറുകൾ പങ്കെടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിനും സ്വാഗതം ആശംസിക്കുന്നു. അതുപോലെ തന്നെ അഡ്വക്കേറ്റ് P ഗോപാലകൃഷ്ണൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ്, അദ്ദേഹത്തിന് സ്വാഗതം ആശംസിക്കുന്നു. അഡ്വക്കേറ്റ് S സുരേഷ് ജി തിരുവനന്തപുരം ജില്ലയിലെ മുൻ പ്രസിഡന്റായിരുന്നു. ഇപ്പൊ നമ്മുടെ സ്റ്റേറ്റ് സെക്രട്ടറിയാണ്. സുരേഷ് ജിയെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
നമ്മുടെ മുൻ ജില്ലാ പ്രസിഡന്റും അതുപോലെ തന്നെ സ്റ്റേറ്റ് സെക്രട്ടറിയുമായ എ നാഗേഷ് ജിയെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ അനൂപ് ആന്റണി നമ്മുടെ സ്റ്റേറ്റ് മീഡിയയുടെ കൺവീനറാണ്. നമ്മുടെ മുൻ യുവമോർച്ചയുടെ ദേശീയ സെക്രട്ടറി ആയിരുന്നു. അദ്ദേഹത്തിനെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. തൃശൂർ ജില്ലയുടെ മുൻ ജില്ലാ പ്രസിഡന്റ് കെ അനീഷ് കുമാർജിയെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ മേഖലയുടെ സംഘടനാ ജനറൽ സെക്രട്ടറി കെ സുരേഷ് അവർകൾ അദ്ദേഹത്തിനെയും സ്വാഗതം ചെയ്യുന്നു. മേഖലാ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ അവർകൾ ഈ സിറ്റി ജില്ലയുടെ പ്രഭാരിയും കൂടിയാണ്. ഉണ്ണികൃഷ്ണൻ മാഷെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ പി കെ ബാബു അവർകൾ, അതുപോലെ തന്നെ അഡ്വക്കേറ്റ് KR ഹരിയെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മേഖലയുടെ സംഘടനാ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള രവികുമാർ ഉപ്പത്തിനെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നാഷണൽ കൗൺസിൽ മെമ്പർ MS സമ്പൂർണ്ണ ചേച്ചിയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ജില്ലാ ഭാരവാഹികളായ ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ ഡോക്ടർ V ആതിര, അതുപോലെ തന്നെ സർജു തോയ്ക്കാവ്, സുജയ് സേനൻ, സൗമ്യ സലേഷ്, സുധീഷ് മേനോത്ത് പറമ്പിൽ, നമ്മുടെ പ്രവീൺ, ഹരി C നരേന്ദ്രൻ, സെക്രട്ടറിമാരായ നിജി, വിൻഷി അനിൽകുമാർ, ജാൻസി EP, സജിനി മുരളി, രോഷൻ മുരളി കോളങ്ങാട്ട്, അതുപോലെ തന്നെ ഹരീഷ് മാസ്റ്റർ, രോഷൻ, അതുപോലെ തന്നെ നമ്മുടെ ജില്ലാ ട്രഷറർ വിജയ് മേപ്പുറത്ത്, സോഷ്യൽ മീഡിയയുടെ ദിനേശ് നവീൻ മേലിടത്ത്, സോഷ്യൽ മീഡിയ തുടങ്ങി ഈ സദസ്സിലും അതേപോലെ തന്നെ എത്തിച്ചേർന്നിട്ടുള്ള മുഴുവൻ സഹപ്രവർത്തകർക്കും, അതുപോലെ തന്നെ NDA നേതാക്കന്മാർക്കും, ഇവിടെ ഇന്ത്യയുടെ നേതാക്കന്മാർ അതുല്യ ഘോഷൊക്കെ ഈ പരിപാടിക്ക് എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ വന്നിട്ടുള്ള മുഴുവൻ ആളുകൾക്കും, മുഴുവൻ നമ്മുടെ പാർട്ടി പ്രവർത്തകർക്കും, സജീവാംഗങ്ങൾക്കും, മണ്ഡലം പ്രസിഡന്റ് ജനറൽ സെക്രട്ടറിമാർക്കും, പഞ്ചായത്ത് ഏരിയ ജനറൽ സെക്രട്ടറിമാർക്കും, കൂടാതെ ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ സഹപ്രവർത്തകർക്കും ഒറ്റ വാക്കിൽ സ്വാഗതം പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. എല്ലാവർക്കും വന്ദേ മാതരം. അടുത്തതായി ദീപപ്രോജ്വലനമാണ്. അതിനായി ആദരണീയനായ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർജിയെയും സംസ്ഥാന ജില്ലാ ഭാരവാഹികളെയും ക്ഷണിക്കുന്നു.
വികസിത കേരളം കൺവെൻഷൻ. അടുത്തതായി അധ്യക്ഷ ഭാഷണം. അതിനായി തൃശൂർ സിറ്റി ജില്ലാ പ്രസിഡന്റ് ശ്രീ ജസ്റ്റിൻ ജേക്കബിനെ ക്ഷണിക്കുന്നു. അധ്യക്ഷ ഭാഷണത്തിനായി ശ്രീ ജസ്റ്റിൻ ജേക്കബ് അവർകളെ ക്ഷണിക്കുന്നു. ഭാരത് മാതാ കി. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മുടെ തൃശൂർ സിറ്റി ജില്ലയ്ക്കകത്തെ പാർട്ടിയുടെ മുഴുവൻ സജീവാംഗങ്ങളും പങ്കെടുക്കുന്ന യോഗമാണ് നടക്കുന്നത്. ഈ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നതിന് വേണ്ടി നമ്മളോട് നമുക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നതിന് വേണ്ടി വികസിത കേരളം യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടി നമ്മളോട് സംസാരിക്കാൻ, നമ്മളോട് പങ്കുവയ്ക്കുവാൻ എത്തിയിരിക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീമാൻ രാജീവേട്ടൻ, പാർട്ടിയുടെ ഏറ്റവും മുതിർന്ന കാരണവർ തൃശൂരിന്റെ പ്രിയപ്പെട്ട ശ്രീധരൻ മാസ്റ്റർ, ബിജെപിയുടെ കോർ കമ്മിറ്റി അംഗങ്ങളായിട്ടുള്ള ശ്രീ ശോഭ സുരേന്ദ്രൻജി, MT രമേശ് ജി, N രാധാകൃഷ്ണൻജി, പാർട്ടിയുടെ ജില്ലയിലെ സംസ്ഥാന നേതാക്കളായിട്ടുള്ള പ്രിയപ്പെട്ട A ഗോപാലകൃഷ്ണൻജി, A നാഗേഷ് ജി, പാർട്ടിയുടെ മുൻ ജില്ലാ അധ്യക്ഷൻ ശ്രീ അഡ്വക്കേറ്റ് KK അനീഷ് കുമാർ ജി, പാർട്ടിയുടെ ദേശീയ കൗൺസിൽ അംഗം ശ്രീ സമ്പൂർണ്ണ ചേച്ചി, ശ്രീ ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ, ശ്രീ അഡ്വക്കേറ്റ് രവികുമാർ ഉപ്പത്ത്, പ്രിയപ്പെട്ട ജനറൽ സെക്രട്ടറിമാരായിട്ടുള്ള അഡ്വക്കേറ്റ് KR ഹരി, AR രാജീവ് ഘോഷ് ജി, PK ബാബു ചേട്ടൻ, എന്റെ പ്രിയപ്പെട്ട ജില്ലയിലെ സഹ ഭാരവാഹികൾ, മണ്ഡലം അധ്യക്ഷന്മാർ, ഞാൻ ഹൃദയത്തോട് ചേർത്ത് വെച്ചിട്ടുള്ള എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, നമസ്കാരം. ഭാരതീയ ജനതാ പാർട്ടി തൃശൂർ സിറ്റി ജില്ലയെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിൽ കേരളത്തിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് അടിത്തറയുണ്ടാക്കുവാൻ ശേഷിയുള്ള ഏറ്റവും ശക്തിയുള്ള ജില്ലയാണ് തൃശൂർ സിറ്റി ജില്ല. നമുക്കറിയാം, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പലരും നമ്മളെ അവഗണിച്ചു. നിങ്ങളെങ്ങനെ ജയിക്കുക എന്ന് ചോദിച്ചു. പക്ഷേ എങ്ങനെയാ ജയിക്കുക എന്നുള്ളത് എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ രാഷ്ട്രീയ നവോമണ്ഡലത്തിലെ മുഴുവൻ ഇതര രാഷ്ട്രീയ കക്ഷികൾക്കും കാണിച്ചു കൊടുത്തു. നിങ്ങൾക്ക് MLA ഉണ്ടോ, MP ഉണ്ടോ, ബ്ലോക്ക് ഭരണമുണ്ടോ, എത്രയെത്ര ചോദ്യങ്ങളെ നമ്മൾ നേരിട്ടു. പക്ഷേ ആത്മവിശ്വാസത്തോടെ നമ്മൾ ജയിക്കും, നമ്മളെ ജയിക്കൂ എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് ബൂത്തടിസ്ഥാനത്തിൽ എന്റെ സഹപ്രവർത്തകർ നടത്തിയ മുന്നേറ്റമാണ് പ്രിയപ്പെട്ടവരെ സുരേഷ് ഏട്ടന്റെ വിജയം. അതുപോലെ അടുത്തൊരു മുന്നേറ്റത്തിന്റെ സമയത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. വരാൻ പോകുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്. നമ്മൾ ഈ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ശക്തി തെളിയിക്കാനുള്ള തെരഞ്ഞെടുപ്പല്ല. പ്രിയപ്പെട്ട ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മളോട് പറഞ്ഞു, ജയിക്കാനും ഭരിക്കാനുമുള്ള തെരഞ്ഞെടുപ്പാണിത്. ഈ തെരഞ്ഞെടുപ്പ് ജയിക്കാനും ഭരിക്കാനുമുള്ള തെരഞ്ഞെടുപ്പാണ്. സിറ്റി ജില്ലക്കകത്ത് വരുന്ന 30 ഗ്രാമപഞ്ചായത്തുകളിൽ നമ്മൾ നേടേണ്ടത് കഴിഞ്ഞ പ്രാവശ്യം സുരേഷ് ഏട്ടൻ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയം കൈവരിച്ച 26 ഗ്രാമപഞ്ചായത്തുകളിലും ഭാരതീയ ജനതാ പാർട്ടിയുടെ ഭരണം കൊണ്ടുവരുവാൻ നമുക്ക് സാധിക്കണം. എന്നോട് സംസ്ഥാന അധ്യക്ഷൻ ചോദിച്ചു, എത്ര ജനപ്രതിനിധികളെ നിങ്ങൾ സൃഷ്ടിക്കും? ഞാൻ പറഞ്ഞു 300+, 300+ ഭാരതീയ ജനതാ പാർട്ടി തൃശൂർ സിറ്റി ജില്ലയിൽ നിന്ന് നൽകും. അതിനു വേണ്ടിയിട്ടുള്ള വലിയൊരു ഒരുക്കമാണ്
നടക്കാൻ പോകുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ കഷ്ടപ്പെട്ട് നേടുന്ന വിജയങ്ങൾ, നമ്മൾ കഷ്ടപ്പെട്ട് നേടിയിട്ടുള്ള വിജയങ്ങൾ, ആ വിജയങ്ങൾ തുടരണം. ഭാരതീയ ജനതാ പാർട്ടിയുടെ ആദർശ പോരാട്ടത്തിന്റെ വേദിയിൽ നിരവധി ബലിദാനികളെ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമാണ് നമ്മൾ. അവരുടെ സ്വപ്നങ്ങൾ പൂർത്തീകരിക്കുവാൻ നമുക്ക് സാധിക്കണം. അവരുടെ സ്വപ്നങ്ങൾ പൂർത്തീകരിക്കുവാൻ നമുക്ക് സാധിക്കണം. ഞാൻ വരുന്ന മണ്ഡലം മണലൂർ നിയോജക മണ്ഡലം. 14 സഹപ്രവർത്തകർ ബലിദാനം ചെയ്യപ്പെട്ട മണ്ണാണ് എന്റെ മണ്ഡലത്തിലെ മണ്ണ്. പ്രിയപ്പെട്ടവരെ, ഇതുപോലെ നിരവധിയായിട്ടുള്ള സഹപ്രവർത്തകരുടെ ബലിദാനം കൊണ്ട് നമ്മുടെ പ്രസ്ഥാനത്തിന് വേണ്ടി, നമ്മുടെ ആദർശത്തിന് വേണ്ടിയുള്ള പോരാട്ടങ്ങൾ ഓരോ മണ്ഡലങ്ങളിലും നടത്തി എത്രയോ പ്രിയപ്പെട്ടവരാണ് നമുക്ക് വേണ്ടി ബലിദാനികളായിട്ടുള്ളത്. അവരുടെ എല്ലാം സ്വപ്നങ്ങൾ പൂർത്തീകരിക്കുവാൻ ഈ തെരഞ്ഞെടുപ്പ്, ഈ വരാൻ പോകുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നമുക്ക് സാധിക്കണം. അതിന് ശക്തമായ നേതൃത്വം നൽകുവാൻ ഏറ്റവും ശക്തിയുള്ള സംസ്ഥാന അധ്യക്ഷനെ തന്നെയാണ് നമുക്ക് ദേശീയ പാർട്ടി നൽകിയിരിക്കുന്നത്. പ്രിയപ്പെട്ട രാജീവേട്ടൻ അതിന് സാധിക്കും. അതുകൊണ്ട് നമുക്ക് ഒറ്റക്കെട്ടായി മുന്നോട്ട് നീങ്ങണം. ഒരേ ചരടിൽ കോർത്ത പൂക്കളെ പോലെ വിജയമാണ് നമ്മുടെ ലക്ഷ്യം. അത് ആ മന്ത്രം മാത്രം മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് നമ്മുടെ ആദർശത്തിന് വേണ്ടി, നമ്മുടെ ആശയത്തിന് വേണ്ടി നമുക്ക് പോരാട്ടം തുടരണം. വിജയങ്ങൾ ആവർത്തിക്കണം. ഭാരതീയ ജനതാ പാർട്ടിയുടെ വിജയാകാശം ഇന്ന് കേരളത്തിൽ തൃശൂർ ജില്ലയിൽ നിന്നാണ് പ്രിയപ്പെട്ട രാജീവേട്ടൻ അഴിച്ചുവിടുന്നത്. ഈ ആവേശം ആർക്കും തടഞ്ഞു നിർത്താൻ സാധിക്കുന്നതല്ല. 30 സംഘടനാ ജില്ലകളിലൂടെ മെയ് 10 അവസാനിക്കാൻ പോകുന്ന ഈ ഇത്തരത്തിലുള്ള പാർട്ടിയുടെ വികസിത കേരള കൺവെൻഷൻ അത് വലിയ മാറ്റത്തിന് നാന്ദി കുറിക്കുന്ന ഒന്നായി മാറട്ടെ. അതിന് സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഈ കൺവെൻഷൻ വലിയ രീതിയിലുള്ള മുന്നേറ്റത്തിന് നമുക്ക് എല്ലാ വിധത്തിലും നമുക്ക് വേണ്ട പ്രചോദനം നൽകുന്ന ഒന്നായി നമുക്കിത് സാധിക്കട്ടെ. അതിന് എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി സംസ്ഥാന അധ്യക്ഷനായതിനു ശേഷം ആദ്യമായി തൃശൂർ ജില്ലയിൽ വടക്കുംനാഥന്റെ മണ്ണിൽ, ശക്തന്റെ മണ്ണിൽ BJPയുടെ ശക്തി ഉറപ്പിക്കാനായി എത്തിച്ചേർന്നിട്ടുള്ള ശ്രീ രാജീവ് ചന്ദ്രശേഖർജിക്ക് തൃശൂർ സിറ്റി ജില്ലാ കമ്മിറ്റി നൽകുന്ന സ്വീകരണമാണ്. ജില്ലാ ഭാരവാഹികൾ എല്ലാവരും, മുഴുവൻ ഭാരവാഹികളും അടുത്തു വെക്കുക. അദ്ദേഹത്തിന് ഹാരമണിയിക്കാൻ വേണ്ടി बोलो भारत माता की जय जय बीजेपी, जय जय बीजेपी, जय जय भारत माता, जय जय भारत माता. അടുത്തതായി വികസിത കേരളം കൺവെൻഷനിൽ ഇവിടെ ഒരു തീം വീഡിയോ ആണ് പ്രദർശിപ്പിക്കാൻ പോകുന്നത്. ഇത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വഴി ഉണ്ടാക്കിയിട്ടുള്ള വീഡിയോ ആണ്. നിഷ്ക്രിയതയുടെ ആഴങ്ങളിൽ കാലത്തെ തളച്ചിട്ടെന്ന് AI വഴി ഉണ്ടാക്കിയിട്ടുള്ള ഈ വീഡിയോ കേരളത്തിന്റെ സാംസ്കാരിക തനിമയും കൂടിച്ചേർന്നിട്ടുള്ളതാണ്. ഇതിൽ ആലപിച്ചിട്ടുള്ളത് കഥകളി ആചാര്യനായിട്ടുള്ള ശ്രീമാൻ കോട്ടയ്ക്കൽ മധു ആണ്. നിഷ്ക്രിയതയുടെ ആഴങ്ങളിൽ കാലത്തെ തളച്ചിട്ട നാളുകൾ, എല്ലാ ദിക്കിലും വ്യാജ വാഗ്ദാനങ്ങളായി ഇരുൾമൂടിയ നാളുകൾ, ആഗ്രഹങ്ങളും പ്രതീക്ഷകളുമെല്ലാം ഏറെക്കുറെ അസ്തമിച്ച നാളുകൾ. അപ്പോഴതാ ഉദിച്ചുയർന്നു ശുഭപ്രതീക്ഷകളുടെ ഒരു പുത്തൻ പ്രഭാതം. വിജയ
ഇത് ഒരു പുത്തൻ ഭാരതം, സമസ്ത മേഖലകളിലും പുരോഗതി ദൃശ്യമായ നമ്മുടെ സ്വന്തം ഭാരതം. സ്വാതന്ത്ര്യശേഷമുള്ള നിഷ്ക്രിയമായ 65 വർഷങ്ങളെ അപേക്ഷിച്ച് രാജ്യം അതിവേഗം പുരോഗതിയിലേക്ക് കുതിച്ച് 10 വർഷങ്ങളാണ് കണ്ടുപോയത്. ദിശാബോധത്തോടെയുള്ള പ്രവർത്തനങ്ങൾ, അസംഭവ്യമെന്ന് കരുതിയ മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ഭാരതത്തിലും കൊണ്ടുവന്നു. ഇതേ അർപ്പണബോധത്തോടെ, ഇതേ വീര്യത്തോടെ നന്നായി പുരോഗമിക്കും. വികസിത കേരളം, വികസിത ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കാൻ നിതാന്ത പരിശ്രമത്തിലൂടെ ഭാരതത്തെ ലോകത്തിന്റെ മുഴുവൻ എത്തിക്കാം. പുത്തൻ ഭാരതം, ഈ വിജയത്തിനാധാരം നിതാന്ത പരിശ്രമം. NDA സർക്കാരിന്റെ ഒരു ദശാബ്ദകാലത്തിൽ നിതാന്ത പരിശ്രമത്താൽ അതിവേഗം പുരോഗതിയിലേക്ക് കുതിക്കുന്ന ഒരു പുത്തൻ ഭാരതം പിറവിയെടുത്തിരിക്കുന്നു. ഈ അവസരത്തിൽ കേരളം മാത്രം എന്തൊരു പിന്നോക്കാവസ്ഥയിൽ തുടരണം? ഈ നാടിനെ മുന്നോട്ട് നയിക്കേണ്ടത് നിസ്വാർത്ഥ പ്രവർത്തകരായ നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. ഇനി പരിശ്രമത്തിന്റെ നാളുകളാണ്. മാറാത്തത് ഇനി മാറും. വികസിത കേരളം കൺവെൻഷൻ ഏപ്രിൽ 21 മുതൽ മെയ് 10 വരെ. ഭാരതീയ ജനതാ പാർട്ടി കേരളം. എല്ലാവർക്കുമൊപ്പം, എല്ലാവർക്കും വേണ്ടി. നമ്മൾ ഇപ്പോൾ കണ്ട ഈ ടീം വീഡിയോ ആധുനിക സാങ്കേതിക വിദ്യയായിട്ടുള്ള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വഴി ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതാണ്. അടുത്തതായി നാം ഏവരും കാതോർത്തിരിക്കുന്ന ഉദ്ഘാടന ഭാഷണമാണ്. പക്ഷേ അതിനു മുമ്പ് ശ്രീ രാജീവ് ചന്ദ്രശേഖർജിയെ കുറിച്ച് 2 വാക്ക് പറയാതെ തരമില്ല. വ്യോമസേന ഉദ്യോഗസ്ഥനായ ശ്രീ MK ചന്ദ്രശേഖറിന്റെയും ആനന്ദവല്ലി ചന്ദ്രശേഖറിന്റെയും മകനായി അഹമ്മദാബാദിൽ ജനിച്ചു. പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനായി ചുമതലയേറ്റ് വികസിത കേരളം യാത്രയുടെ തുടക്കം തന്നെ തന്റെ സ്വദേശമായ തൃശൂരിൽ നിന്നും തന്നെ ആയത് ഒരു നിയോഗമായിരിക്കാം. നാം കണ്ടു ശീലിച്ച രാഷ്ട്രീയക്കാരിൽ നിന്നും വ്യത്യസ്തനാണ് ശ്രീ രാജീവ് ജി. നമുക്ക് വേണമെങ്കിൽ അദ്ദേഹത്തെ മാൻ ഓഫ് ഐഡിയാസ് എന്ന് വിശേഷിപ്പിക്കാം. പ്രവർത്തന മികവാണ് വിജയത്തിന്റെ മാനദണ്ഡമെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു. ജനങ്ങളുടെ പുരോഗതിയും നാടിന്റെ വികസനവും ജീവശ്വാസമായി കരുതുന്ന ശ്രേണിയിൽപ്പെടുന്ന പൊതുപ്രവർത്തകനാണ് അദ്ദേഹം. നമ്മുടെ ജീവിതത്തിന്റെ അനിവാര്യ ഘടകമായിട്ട് മാറിയിട്ടുള്ള മൊബൈൽ ഫോൺ കേരളത്തിന് പരിചയപ്പെടുത്തിയത് ഇദ്ദേഹമാണ്. ടെക്നോളജിക്കലി വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള രീതിയിലുള്ള മൊബൈൽ ഫോണാണ് അന്ന് അദ്ദേഹം കേരളത്തിന് പരിചയപ്പെടുത്തിയത്. പെന്റിയം ചിപ്പ് ഡിസൈൻ ചെയ്തത് മുതൽ ഭാരതത്തിന് വേണ്ടി AI-യുടെ പല കോൺഫറൻസുകളും കോർഡിനേറ്റ് ചെയ്തിട്ടുള്ളത് ഇദ്ദേഹമാണ്. ടെക്നോളജി ഇൻവെസ്റ്റ്മെന്റ് എന്ന് തുടങ്ങി എല്ലാ മേഖലകളിലും തൊട്ടതെല്ലാം പൊന്നാക്കി തന്റേതായ സ്ഥാനം കൈവരിച്ചിരിക്കുമ്പോഴാണ് അദ്ദേഹം ഭാരതം ഭരിക്കുന്ന പ്രസ്ഥാനത്തിന്റെ കേരളത്തിന്റെ അമരക്കാരനാവാനുള്ള തന്റെ നിയോഗം ഏറ്റെടുക്കുന്നത്. പ്രതിപക്ഷ MP ആയി രാഷ്ട്രീയത്തിൽ രംഗപ്രവേശം ചെയ്ത അദ്ദേഹത്തിന്റെ ഒറ്റയാൾ പോരാട്ടമാണ് ഭാരതം കണ്ട ഏറ്റവും വലിയ അഴിമതിയായ 2G കുംഭകോണത്തിന്റെ നിഗൂഢതകൾ ലോകത്തെ മുന്നിൽ എത്തിച്ചത്. രാജീവ് ചന്ദ്രശേഖർജി മന്ത്രിയായപ്പോഴാണ് ജൽജീവൻ മിഷൻ, അടൽ ടിങ്കറിംഗ് ലാബ്, സെമി കണ്ടക്ടർ ഹബ് തുടങ്ങിയിട്ടുള്ള പദ്ധതികൾ വിജയകരമായത്. ഇതിനെല്ലാം ഉപരി അദ്ദേഹം പ്രാധാന്യം നൽകുന്നത് കേരളത്തിന്റെ വികസനത്തിനാണ്. LDF-ഉം UDF-ഉം മാറി മാറി ഭരിച്ചിട്ടും എന്ത് വികസനം കൊണ്ടുവരാനാണ് അവർക്ക് കേരളത്തിൽ സാധിച്ചിട്ടുള്ളത്? കേന്ദ്ര സർക്കാർ പദ്ധതികൾ സ്റ്റിക്കർ ഒട്ടിച്ച് അടിച്ചുമാറ്റി സ്വന്തം പേരിലാക്കുന്ന പ്രവർത്തനം മാത്രമാണ് ഇവിടെ കേരളത്തിൽ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് മാറ്റം അനിവാര്യമാണ്. മാറാത്തത് ഇനി മാറും. ശ്രീ രാജീവ് ചന്ദ്രശേഖർജി അതൊരു നിയോഗം പോലെ തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. ഭരണഘടനയെയും മാധ്യമ സ്വാതന്ത്ര്യത്തെയും അങ്ങേയറ്റം ബഹുമാനിക്കുന്ന രാജീവ് ജി വിശ്വസിക്കുന്നത് നിതാന്ത പരിശ്രമത്തിലൂടെയാണ് വിജയം സുനിശ്ചിതമെന്നാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ വാക്കുകൾക്കായി നമുക്ക് കാതോർക്കാം.
മാറാത്തത് ഇനി മാറും വികസിത കേരളം കൺവെൻഷൻ ഉദ്ഘാടന ഭാഷണത്തിനായി ആദരണീയനായിട്ടുള്ള സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർജിയെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഈ വികസിത കേരളം ടീം പ്രഖ്യാപിച്ച് ഇത് എൻ്റെ ആദ്യത്തെ ഒരു യോഗമാണ്, ആദ്യത്തെ ഒരു പ്രോഗ്രാമാണ്, ആദ്യത്തെ കൺവെൻഷനാണ്. അത് തൃശ്ശൂരിൽ ആദ്യത്തെ കൺവെൻഷൻ നടത്താൻ തീരുമാനിച്ചത് ഞാനായിരുന്നു. ഇവിടെയാണ് തൃശ്ശൂരിലാണല്ലോ BJP കേരളത്തിന്റെ ഏറ്റവും വലിയ വിജയം ഈ ലോക്സഭാ ഇലക്ഷനിൽ എല്ലാവർക്കും കാണാൻ കഴിഞ്ഞത്. അപ്പോൾ ആദ്യം എനിക്ക് പറയാനുള്ളത്, ഇവിടുത്തെ തൃശ്ശൂർ ജില്ലേന്റെ പ്രവർത്തകരും എല്ലാ നേതാക്കൾക്കും ഞാൻ എൻ്റെ പാർട്ടിന്റെ ബിഹാഫിലും നാഷണൽ പാർട്ടിന്റെ ബിഹാഫിലും സുരേഷ് ഗോപിജിന്റെ ബിഹാഫിലും എല്ലാവർക്കും നന്ദി, അഭിനന്ദനങ്ങൾ, ആശംസകൾ. കേരളത്തിന്റെ ഒരു സാംസ്കാരിക തലസ്ഥാനമാണ് തൃശ്ശൂർ. ശക്തൻ തമ്പുരാന്റെ മണ്ണാണ് തൃശ്ശൂർ. വടക്കുന്നാഥ ക്ഷേത്രം, പുത്തനപ്പള്ളിയും തൃശ്ശൂരിന്റെ ഒരു സ്പിരിച്വാലിറ്റിന്റെ ഭാഗമാണ്. അതുകൊണ്ട് ഈ വികസിത കേരളം എന്നൊരു മുദ്രാവാക്യം മാത്രമല്ല, BJP കേരളയുടെ ദൗത്യം, ഒരു ലക്ഷ്യം ആയിട്ട് കാണുന്നത് ഒരു കൺവെൻഷനിൽ ഞാൻ വന്ന് മുമ്പോട്ട് വെച്ച് എൻ്റെ മനസ്സിലും എൻ്റെ ചിന്തയും എല്ലാവരോടൊപ്പം ഷെയർ ചെയ്ത് എല്ലാവരുടെയും ഇതിനെക്കുറിച്ച് എന്താണ് താങ്കളുടെ ഒരു റെസ്പോൺസ് കേൾക്കാനാണ് ഈ വികസിത കേരളം കൺവെൻഷന്റെ മുഖ്യമായ ഒരു ഉദ്ദേശം, ഒരു ഒബ്ജക്റ്റീവ്. ഈ നാട്ടില്, ഈ ഇന്ത്യയില് ആരും ഇങ്ങനെയില്ല. എല്ലാ മലയാളികളും എല്ലാവർക്കും അറിയാം, 2014 മുതൽ ഇന്ന് വരെ 11 കൊല്ലം ഇന്ത്യ കൈവരിച്ച വലിയ കുതിപ്പ്, ഇതിനെക്കുറിച്ച് എല്ലാവർക്കും അറിയാം. എല്ലാ മലയാളി, നോൺ മലയാളി ആരാണെങ്കിലും പുറത്തു പോകുമ്പോ, ഇംഗ്ലണ്ട്, അമേരിക്ക, അവിടെ എല്ലാം പോകുമ്പോ ഈ കഴിഞ്ഞ 11 കൊല്ലം ഇന്ത്യയിൽ വന്ന മാറ്റം, നരേന്ദ്രമോദിജി ഇന്ത്യയിൽ കൊണ്ടുവന്ന മാറ്റവും ഇന്ത്യയെ മുമ്പോട്ട് കൊണ്ടുപോകാൻ അദ്ദേഹത്തിന്റെ അധ്വാനവും, ഇതിനെക്കുറിച്ച് ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തിൽ വലിയ വലിയ ലീഡേഴ്സ് ഇന്ന് അവർക്ക് എത്രയോ സർപ്രൈസ് എന്ന് പറയണ്ട, ഒരു റെസ്പെക്ട്, ബഹുമാനം ഇന്ത്യയോട് ഉണ്ട്. അപ്പൊ 2014 ഇന്ത്യ അതിനെപ്പറ്റി അതിന്റെ കുറിച്ചൊരു ഫ്ലാഷ് ബാക്ക് ചെയ്യുമ്പോൾ, ഓർമ്മിക്കുമ്പോൾ, ഇന്നത്തെ നമ്മുടെ കേരള നാട്ടിന്റെ സ്ഥിതി 2014 ഇന്ത്യയുടെ സ്ഥിതിയും ഒരു വ്യത്യാസമില്ല. എന്തായിരുന്നു 2014 ഇന്ത്യന്റെ സ്ഥിതി? അഴിമതി, 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 വിലക്കയറ്റം, ഏറ്റവും ഇന്ത്യന്റെ ഹിസ്റ്ററിയിലെ ഏറ്റവും ഹയസ്റ്റ് വിലക്കയറ്റം, ഇൻഫ്ലേഷൻ, തൊഴിലില്ലായ്മ, അൺഎംപ്ലോയ്മെന്റ്. 2014 ഇന്ത്യനെ ഡിസ്ക്രൈബ് ചെയ്യുമ്പോൾ ഇന്ത്യ ഏറ്റവും ദുർബലമായ 5ാമത്തെ ഇക്കോണമി ആയിട്ട് ലോകത്തിലെ
ഏത് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിലും IMF ആണോ വേൾഡ് ബാങ്ക് ആണോ അങ്ങനെയായിരുന്നു അവര് കണ്ടിട്ടുണ്ട്. നിക്ഷേപം ഉണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞ മാതിരി അൺഎംപ്ലോയ്മെന്റ് റെക്കോർഡ് ഹൈ ആയിരുന്നു. അഴിമതി എന്ന് പറഞ്ഞ ഒരു നോൺ സ്റ്റോപ്പ് അഴിമതിന്റെ ഒരു സിസ്റ്റം. പിന്നെ ഭീകരവാദം, ടെററിസം വരുമ്പോൾ ഇന്ത്യന്റെ ദുർബലമായ ഒരു റെസ്പോൺസ്. ഇത് ഓർമ്മ വെക്കണം. ആ 26/11 നടന്നപ്പോൾ അന്നത്തെ UPA സർക്കാർ പറഞ്ഞത് ഇത് പാകിസ്ഥാനി ടെററിസ്റ്റ് ആയിരുന്നില്ല, ഇത് RSS ചെയ്ത ഒരു ടെററിസം ആക്ട് ആയിരുന്നു. ജനങ്ങളെ വിഡ്ഢിയാക്കാൻ ആ 10 കൊല്ലം ഇപ്പോ ചരിത്രത്തിൽ അതിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന ഒരു ഫ്രേസ് ഉണ്ട്, ദ ലോസ്റ്റ് ഡെക്കേഡ്, നഷ്ടപ്പെട്ട ദശകം. അതിനെ നോക്കുമ്പോൾ ഇന്ന് നമ്മുടെ നാട് കേരളത്തിന്റെ സ്ഥിതി നോക്കുമ്പോൾ ഒരു വ്യത്യാസമുണ്ട്. ഇന്ന് നമ്മള് കേരള നാടിനെ പറ്റി കേരള നാടിനെ കുറിച്ച് പുറത്തു പോയി ഡിസ്ക്രൈബ് ചെയ്യുമ്പോൾ എന്താണ് എല്ലാവരും പറഞ്ഞത്? കടയില്ലെങ്കിൽ ഇവിടെ സർക്കാരിന് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ആശാ വർക്കേഴ്സ്, KSRTC പെൻഷൻ, സർക്കാർ ഉദ്യോഗസ്ഥന്റെ പെൻഷൻ അത് കൊടുക്കാൻ കാശില്ല. അടിസ്ഥാന സൗകര്യങ്ങൾ നമ്മുടെ രാജ്യത്തിൽ ഉണ്ടെങ്കിൽ അതെല്ലാം ഉണ്ടാക്കുന്നത് നരേന്ദ്രമോദിജി ഗവൺമെന്റ്. അത് ഞാനല്ല പറയുന്നത്, അത് കുഞ്ഞാലിക്കുട്ടി സാഹിബ് അസംബ്ലിയിൽ പറയുന്നു. നിങ്ങൾ ഈ ഹൈവേനെ പറ്റി അതിന്റെ കഴുത്തിൽ കൊടുക്കാൻ പോണ്ട ആര് പറയുന്നു? ഞാനല്ല പറയുന്നത്, BJP നേതാക്കന്മാരല്ല പറയുന്നത്, ഇത് കുഞ്ഞാലിക്കുട്ടി സാഹിബ് സഖാമാരോട് പറഞ്ഞു. ഇത് ചെയ്തതാരാ? നരേന്ദ്രമോദിജി, നിതിൻ ഗഡ്കരി. അപ്പോ 2014 ഇന്ത്യയും 2025-26 കേരളം ഒരു വ്യത്യാസമുണ്ട്. അവിടെ 2014 നരേന്ദ്രമോദിജി വന്നു, BJP NDA സർക്കാർ ജനങ്ങളെ വിശ്വസിച്ചിട്ട് ഒരു മാൻഡേറ്റ് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് മാറ്റം അവിടെ തുടങ്ങി. അവിടെ എന്ന് പറയുമ്പോൾ ഇന്ത്യയിൽ തുടങ്ങി, ഇന്ത്യ മാറി. ഇന്ത്യ ഇന്ന് 5ാമത്തെ ദുർബലമായ ഇക്കോണമിയിൽ നിന്ന് ഇന്ന് 3ാം നമ്പർ 4ാം നമ്പറിന്റെ ഇക്കോണമി ആവുന്നു. ആ മാറ്റം ഇന്ത്യയിലെ ജനങ്ങൾ ആവശ്യപ്പെട്ടു. അവര് നരേന്ദ്രമോദിജിക്ക് ഒരു മാൻഡേറ്റ് കൊടുത്തു. അദ്ദേഹം ആ മാറ്റം അവർക്ക് കൊടുത്തു. അതേ സമാനം നമുക്ക് ഈ കേരള നാട്ടിൽ മാറ്റം വേണം. ഇത് ജനങ്ങൾ പറയുന്നതാണ്. നമ്മുടെ നാടും ഇവിടുന്ന് 500 കിലോമീറ്റർ ദൂരെ നരേന്ദ്രമോദിജിന്റെ പോളിസിന്റെ ഒരു ഇമ്പാക്ട് കൊണ്ട് വലിയ ഈ ലോകത്തിലെ ഒരു കമ്പനി ഇല്ല ഇന്ന് ഇന്ത്യയിൽ ഫാക്ടറി ഉണ്ടാക്കാത്തൊരു കമ്പനി. ഇവിടെ R&D സെന്റേഴ്സ്, ലോകത്തിന്റെ വലിയ കമ്പനീസ് R&D സെന്റേഴ്സ് സെറ്റപ്പ് ചെയ്യുന്നു, ഫാക്ടറി സെറ്റപ്പ് ചെയ്യുന്നു. ആപ്പിൾ ആണെങ്കിൽ ഇവിടെ 20% അവരെ ഗ്ലോബൽ പ്രൊഡക്ഷൻ ഇന്ത്യയിലെ ഫാക്ടറിയിൽ ഉണ്ടാക്കുന്നു. ഇവിടുന്ന് 500 കിലോമീറ്റർ ദൂരെ തമിഴ്നാട്ടിലും, ഞാൻ മിനിസ്റ്റർ ആകുമ്പോൾ സാങ്ഷൻ ചെയ്ത് ഇവിടുന്ന് 600 കിലോമീറ്റർ ദൂരെ കർണാടകയിലും വലിയ ഫാക്ടറീസ് വന്ന് കോടിക്കണക്കില് നിക്ഷേപവും തൊഴിലും ആയിരക്കണക്കിന് തൊഴിലും അവിടെ ക്രിയേറ്റ് ആവും. എന്നാൽ എന്താണ് ഇത് കേരളത്തിൽ വരാത്തത്? എന്താണ് ഈ നിക്ഷേപം ഇവിടെ വരാത്തത്? എന്താണ് ഈ ആ തൊഴിൽ ഇവിടെ ക്രിയേറ്റ് ചെയ്യാത്തത്? അതാണ് ജനങ്ങൾ വേണ്ട ഒരു മാറ്റം. ആ ജനങ്ങൾ പറയുന്നു ഇത് വികസിത് ഭാരത് ഉണ്ടാകുമ്പോൾ വികസിത് കേരളയും ഉണ്ടാക്കണം. അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഒന്ന് മാത്രം. ഈ കേരള നാട്ടിൽ 3 പൊളിറ്റിക്കൽ ഫോർമേഷൻസ് ഉണ്ട്. ഒന്ന് കോൺഗ്രസ്, രണ്ടാമത്തേത് CPM, മൂന്നാമത്തേത് BJP NDA. ആരാണ് ഈ നാട്ടില് മാറ്റം കൊണ്ടുവരാനുള്ള കഴിവുള്ള ഒരു മുന്നണി? ഇതിലൊരു സംശയമില്ല.
ഈ നമ്മുടെ നാട്ടിന്റെ സാധ്യത യാഥാർത്ഥ്യമാക്കാൻ നമ്മുടെ യുവാക്കൾക്ക് അവസരങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ ഏത് പാർട്ടിക്കാണ് കഴിവ്? അതിന് അങ്ങനെ വലിയൊരു റിസർച്ച് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. 10 കൊല്ലം ജനങ്ങളെ നരേന്ദ്രമോദിജിനെ വിശ്വസിച്ചിട്ട് മാൻഡേറ്റ് കൊടുത്തപ്പോൾ നരേന്ദ്രമോദിജി ചെയ്ത അധ്വാനവും അതിന്റെ ഫലവും ജനങ്ങൾക്ക് കാണാനുണ്ട്. അതേ സമയത്ത് ഈ 67-70 കൊല്ലം ലെഫ്റ്റിനും കോൺഗ്രസിനും കൊടുത്ത അവസരങ്ങൾ അവർ എന്ത് ചെയ്തു? ഇതല്ല ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ ഒരു കോർ വാല്യൂ. ആരാണ് ജനങ്ങൾക്ക് പ്രവർത്തിക്കുന്നത്? ആരാണ് ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത്? ഏത് പാർട്ടിയാണ്? ആരാണ് വാഗ്ദാനം കൊടുത്ത് ഓടുന്നത്? ആരാണ് വാഗ്ദാനം കൊടുത്ത് വാക്ക് പാലിക്കുന്നത്? അപ്പോ പറയാനുള്ളത് ഇതാണ്. ഈ മാറ്റം BJP NDA മാത്രമേ കേരളത്തിൽ കൊണ്ടുവരാൻ ഉള്ള കഴിവ് BJP NDAക്ക് മാത്രമേ ഉള്ളൂ. ഇത് നമ്മളെല്ലാവരും ജനങ്ങളും വീട് കയറിയിട്ട് ഈ വികസന സന്ദേശം ജനങ്ങളോടൊപ്പം എത്തിക്കണം. ഈ ലെഫ്റ്റും കോൺഗ്രസും അവരുടെ ഈ വിഷവും നുണയും വാഗ്ദാനത്തിന്റെ രാഷ്ട്രീയത്തിന് നമ്മൾ എക്സ്പോസ് ചെയ്യണം. ജനങ്ങൾക്കൊരു മാറ്റം വേണം, ഒരു പുതിയ കേരളം വേണം. അതൊരു ബസ്സിൽ കയറി നവകേരള സദസ് എന്ന് പറഞ്ഞ കേരളമല്ല. ഇന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി 9 കൊല്ലം ആഘോഷിക്കാൻ 100 കോടി ചെലവാക്കുന്നത് ഞാൻ മീഡിയയിൽ കണ്ടു. എന്ത് ആഘോഷം? ഒരു ആശാ വർക്കർ 232 രൂപയുടെ ശമ്പളമുള്ള ആശാ വർക്കേഴ്സ് 100 രൂപ ചോദിക്കുമ്പോൾ അത് തരില്ല എന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയാണ് ഇന്ന് ആഘോഷിക്കുന്നത്. തീരദേശത്ത് ഞാൻ ഇന്നലെയും പോയി, ഈസ്റ്റർ ദിവസം, തീരദേശത്തെ കടലാക്രമണത്തിന് ഒരു സീ വോൾ ഒരു 40-100 കോടിന്റെ സാങ്ഷൻ ചെയ്യാൻ പറ്റാത്ത ഒരു മുഖ്യമന്ത്രിയാണ് ഇന്ന് ആഘോഷിക്കുന്നത്. കടം വാങ്ങാണ്ട് മുമ്പോട്ട് പോകാൻ പറ്റാത്ത ഒരു സർക്കാരാണ് ഇന്ന് 100 കോടി ചെലവാക്കിയിട്ട് ആഘോഷിക്കുന്നത്. എന്തിന്റെ ആഘോഷം? 610 കുടുംബങ്ങള് മുനമ്പത്ത് 35 കൊല്ലായിട്ട് അവരെ പ്രശ്നങ്ങൾ പരിഹരിക്കാണ്ട് ഈ കോൺഗ്രസും ലെഫ്റ്റും അവരെ വിഡ്ഢിയാക്കി വാഗ്ദാനം കൊടുത്തിട്ട് നരേന്ദ്രമോദിജിയാണ് വഖഫ് ബിൽ അമെന്റ്മെന്റ് ആക്ട് കൊണ്ടുവന്നത്. എന്ത് ആഘോഷം? അപ്പൊ എനിക്ക് പറയാനുള്ളത്, ഈ നാട്ടിൽ നമുക്ക് മാറ്റം കൊണ്ടുവരാൻ ഇത് നമ്മുടെ കടമ, നമ്മുടെ ലക്ഷ്യം, നമ്മുടെ ദൗത്യമായിട്ട് കാണണം. 4 കോടി മലയാളിയുടെ വികസനം, ക്ഷേമം BJPന്റെ ലക്ഷ്യമായിട്ട് കാണണം. ഇത് ഇങ്ങനെ ഒരു മാറ്റം ചെയ്യാനൊരു കഴിവുള്ള പാർട്ടി BJP NDA മാത്രമേ ഉള്ളൂ. കാര്യം നടക്കണം, പരിശ്രമം ഉറപ്പാക്കണം. ഇനി വരുന്ന മാസത്തില് നമുക്ക് എത്രയോ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതിനെക്കുറിച്ച് MT രമേശ്ജിയും ശോഭാജിയും മറ്റേ ജസ്റ്റിൻ ജേക്കബ്ജിയും എല്ലാവരും സംസാരിക്കും. എനിക്ക് അവസാനത്തിൽ പറയാൻ ഒരു കാര്യമുണ്ട്. ജനങ്ങൾ ആഗ്രഹിക്കുന്ന മാറ്റം BJP NDA മാത്രം ചെയ്യാൻ പറ്റും. എന്റെ ഒരു അഭ്യർത്ഥന, ഇവിടെ വന്ന എല്ലാ പ്രവർത്തകരും ജനങ്ങളുടെ വിശ്വാസം വർദ്ധിക്കുക. എന്റെ ചുമതല, എനിക്ക് പാർട്ടി തന്ന ചുമതല, ഈ വികസിത കേരളത്തിന് വേണ്ടി പാർട്ടീനെ അധികാരത്തിൽ കൊണ്ടുവരാൻ വേണ്ടി ആത്മാർത്ഥമായ പ്രവർത്തിക്കുന്നവരെ നേതാവാക്കാനാണ് ഞാൻ എന്റെ ചുമതല ആയി കാണുന്നത്. ഞാൻ നേതാവാകാനല്ല വന്നിരിക്കുന്നത്, നേതാവ് ഉണ്ടാക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോ ഇത് മനസ്സിൽ വെക്കണം. നമുക്ക് എല്ലാവർക്കും ഒരു വികസിത് കേരള
വികസിത് കേരളം സൃഷ്ടിക്കണം. അത് നമ്മുടെ ദൗത്യമാണ്, ലക്ഷ്യമാണ്, ജനങ്ങൾക്ക് വേണ്ടി നമ്മുടെ ഒരു കടമയുമാണ്. അങ്ങനെ കാണണം, മാറ്റം കൊണ്ടുവരണം, വികസിത് കേരളം ഉണ്ടാക്കണം. ഇനി മാറാത്തത് ഇനി മാറണം എന്ന് വാക്ക് ചുരുക്കുന്നു. എല്ലാവർക്കും നമസ്കാരം, നന്ദി, ജയ് ഹിന്ദ്, ഭാരത് മാതാ കി, ഭാരത് മാതാ കി, ഭാരത് മാതാ കി. പിണറായി സർക്കാർ 10ാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ നമുക്ക് നഷ്ടപ്പെട്ടത് ഒരു ദശകം തന്നെയാണ്. ജനങ്ങളെ നിരാശയുടെ പടുകുഴിയിലേക്ക് തള്ളിയിട്ട സർക്കാർ, അതെ, കേരളത്തിന് നഷ്ടപ്പെട്ടത് ഒരു ദശകം. അനിവാര്യമായ മാറ്റത്തിനായും വികസിത കേരളത്തിനായും നമുക്ക് അണിചേരാം. മാറാത്തത് ഇനി മാറും. അടുത്തതായി തൃശൂരിലെ BJPയുടെ തലമുതിർന്ന കാരണവരും മുൻ സംസ്ഥാന അധ്യക്ഷനുമായിട്ടുള്ള ശ്രീധരൻ മാസ്റ്ററെ ആദരണീയനായിട്ടുള്ള സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർജി ആദരിക്കുന്നു. ആശംസാ ഭാഷണത്തിനായി ശ്രീ AN രാധാകൃഷ്ണൻജിയെ ക്ഷണിക്കുന്നു. ആരാധനായ പാർട്ടിയുടെ ജില്ലാ അധ്യക്ഷൻ ശ്രീമാൻ ജസ്റ്റിൻ, ബഹുമാന്യനായ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർജി, വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട നേതാക്കളെ, പ്രിയ സഹപ്രവർത്തകരെ, വളരെ സന്തോഷകരമായ ആവേശകരമായ ഒരു ജനകീയമായ നേതാക്കന്മാരുടെ സമ്മേളനത്തിലാണ് നാം സംബന്ധിക്കുന്നത്. വികസിത കേരളം എന്ന മഹത്തായ ആശയത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ ബഹുമാന്യനായ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ജി ആരംഭിച്ചിട്ടുള്ള ഈ യാത്ര ഈ കാലയളവിൽ ഏറ്റവും പ്രസക്തമായ ഒരു യാത്രയാണ്. നമുക്കറിയാം, ഇന്ത്യ ഗവൺമെന്റ്, മോഡി സർക്കാർ പലപ്പോഴും കേരളത്തിലെ ഭരണവർഗ മുന്നണികൾ നമുക്കെതിരായി ഉന്നയിക്കുന്ന ആക്ഷേപം, കേരളത്തോട് കേന്ദ്രം നീതി കാണിക്കുന്നില്ല, പക്ഷപാതപരമായ സമീപനമാണ് കേരളത്തോട് സ്വീകരിക്കുന്നത്, കേരളത്തോട് ചിറ്റമ്മ നയമാണ് കേന്ദ്ര ഗവൺമെന്റ്, മോഡി ഗവൺമെന്റ് സ്വീകരിക്കുന്നത് എന്ന കള്ളപ്രചരണമാണ് കഴിഞ്ഞ ഏതാനും നാളുകളിലായി കേരളത്തിലെ ഭരണവർഗ മുന്നണികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രിയമുള്ളവരെ, നമുക്കറിയാം, നരേന്ദ്രമോദി സർക്കാർ ഇത്രയും അനുകൂലമായി കേരളത്തോടൊരു സമീപനം സ്വീകരിച്ച ഒരു ഭരണകൂടം സ്വതന്ത്ര ഭാരതത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. നേരത്തെ രാജീവ് സൂചിപ്പിച്ച ദേശീയപാത വികസനം, നമുക്കറിയാം, കേരളം ഇന്നേ വരെ കാണാത്ത രീതിയിലുള്ള അത്ഭുതകരമായ വികസനമാണ് ദേശീയപാത രംഗത്ത് നടക്കുന്നത്. നമുക്കറിയാം, ഏതാണ്ട് 30 മീറ്റർ റോഡിന് വേണ്ടി വർഷങ്ങളായി സമരം ചെയ്തുകൊണ്ടിരുന്ന ആളുകൾ അവിടെ കുടിയൊഴിപ്പിക്കപ്പെടുമ്പോൾ ന്യായമായ വില കിട്ടണമെന്ന് ആവശ്യപ്പെടുന്ന ആളുകൾ, അവരുടെ മുമ്പിലാണ് ശ്രീമാൻ നരേന്ദ്രമോദി, ശ്രീമാൻ നിതിൻ ഗഡ്കരി കേരളത്തിൽ ഏതാണ്ട് 45 മീറ്റർ വീതിയുള്ള അതിമനോഹരമായ 6 വരി ദേശീയപാത, അതിമനോഹരമായ സർവീസ് റോഡുകൾ, സമാനതകളില്ലാത്ത ഒരു മഹത്തായ വികസനത്തിനാണ് കേരളം സാക്ഷ്യം വഹിക്കുന്നത്. ദേശീയപാതയും സമാനമുള്ള റോഡുകൾക്കുമായി മാത്രം ഇന്ത്യ ഗവൺമെന്റ്, നരേന്ദ്രമോദി സർക്കാർ നീക്കിവെച്ചത് ഏതാണ്ട് 1,40,000 കോടി രൂപയാണ്. എടപ്പള്ളിയിൽ നിന്ന്
ദേശീയപാത 66 ഒരു ഘട്ടം ആരംഭിക്കുമ്പോൾ 1972 അത് ആദ്യമായി ഫ്രീസ് ചെയ്തത്. 1982 അതിന്റെ നടപടിക്രമങ്ങളുമായി മുന്നോട്ട് വന്നു. പ്രിയമുള്ളവരെ, ഏതാണ്ട് 2025 നാം പ്രവേശിക്കുമ്പോൾ, എത്തി നിൽക്കുമ്പോൾ ശ്രീമാൻ നരേന്ദ്രമോദി വരേണ്ടതായി വന്നു 45 മീറ്റർ ദേശീയപാത മുന്നോട്ട് പോകുന്നതിന് വേണ്ടി. കേരളത്തിലെ ഭരണവർഗ മുന്നണികൾ, അതുപോലെ തന്നെ കേന്ദ്ര ഗവൺമെന്റ്, ഈ രണ്ട് ഗവൺമെന്റുകളും കേരളത്തിലെ ദേശീയപാത വികസനത്തിനെതിരായ നിലപാടുകൾ സ്വീകരിക്കുമ്പോഴാണ് ഇന്ത്യ ഗവൺമെന്റ്, നരേന്ദ്രമോദി സർക്കാർ അത്ഭുതകരമായ രീതിയിൽ കേരളത്തിന്റെ 6 വരി ദേശീയപാത ഒരു സമരവുമില്ലാതെ, ആരുടെയും കണ്ണീര് വീഴ്ത്താതെ, എല്ലാവരെയും കൂട്ടി അണക്കിക്കൊണ്ടുള്ള വികസനത്തിനാണ് മുന്നോട്ട് പോയത്. കേരളത്തിലെ ഏതെങ്കിലും ഗ്രാമങ്ങളിൽ സ്ഥലമെടുപ്പുമായി ബന്ധപ്പെട്ട സമരമുണ്ടോ? ഞാൻ കാണുന്നത് എന്റെ നാട്ടിൽ ആ ദേശീയപാതയുമായി മുന്നോട്ട് പോകുമ്പോ അവിടെയുള്ള ആളുകൾ ആവശ്യപ്പെടുന്നത് ഞങ്ങളുടെ സ്ഥലം കൂടി എടുക്കൂ എന്നാണ്. നിലവിലുള്ള സ്ഥലത്തിന്റെ 3 ഇരട്ടിയാണ് നരേന്ദ്രമോദി കൊടുത്തത്. പാവപ്പെട്ടവന്റെ വീട് ഒഴിപ്പിക്കുമ്പോൾ നിലവിലുള്ള വീടിന്റെ 2400 രൂപ സ്ക്വയർ ഫീറ്റിന് കണക്കാക്കി നരേന്ദ്രമോദി കൊടുക്കുന്നത് 4800 രൂപയാണ്. ആരുടെയും കണ്ണീര് വീഴ്ത്താത്ത വികസനം. ഒരു കാലയളവിൽ അങ്ങനെ ജനങ്ങളിൽ നിന്ന് മാറി നിന്നുകൊണ്ടിരുന്ന കേരളത്തെ, നമുക്കറിയാം, കൊല്ലം ബൈപ്പാസ് 30 കൊല്ലത്തിന് ശേഷം, ആലപ്പുഴ ബൈപ്പാസ് 28 കൊല്ലത്തിന് ശേഷം, അങ്ങനെ ഈ കൊച്ചു കേരളത്തിൽ ഏതാണ്ട് 1,40,000 കോടി രൂപ വിവിധ റോഡുകൾക്കായി നീക്കിവെച്ച ശ്രീമാൻ നരേന്ദ്രമോദി. നമുക്കറിയാം, ഈ കൊച്ചു കേരളത്തിൽ അത്ഭുതകരമായ റെയിൽവേ വികസനം നടക്കുകയാണ്. നമ്മുടെ കൊച്ചു തൃശ്ശൂരിൽ, ഈ തൃശ്ശൂരിലെ റെയിൽവേ സ്റ്റേഷന് വേണ്ടി ഇന്ത്യ ഗവൺമെന്റ്, നരേന്ദ്രമോദി നീക്കിവെച്ചത് 396 കോടി രൂപയാണ്. 396 കോടി രൂപ. ഗുരുവായൂരിന് വേണ്ടി മാറ്റിവെച്ചത് പ്രസാദം പദ്ധതി 250 കോടി രൂപ. കേരളത്തിൽ 19ഓളം അമൃത നഗരങ്ങൾ, അതിൽ നമ്മുടെ ഗുരുവായൂരും തൃശ്ശൂരും പെടും, 250 കോടി രൂപ. കൊച്ചി സ്മാർട്ട് സിറ്റി 2500 കോടി രൂപ. തിരുവനന്തപുരം സ്മാർട്ട് സിറ്റി 2000-ൽ പരം കോടി രൂപ. കേരളത്തിലെ ഏറ്റവും വലിയ കപ്പൽശാലയായ കൊച്ചി കപ്പൽശാലയ്ക്ക് വേണ്ടി പല ഘട്ടങ്ങളിലായി 20,000 കോടി രൂപ. ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായിട്ടുള്ള റിഫൈനറി ആയിട്ടുള്ള കൊച്ചിൻ റിഫൈനറിക്ക് വേണ്ടി കഴിഞ്ഞ 10 കാലത്തിനിടയ്ക്ക് 45,000 കോടി രൂപ. നിരന്തര സമരമുണ്ടായിരുന്ന FICTയിൽ സമരമില്ല, ലാഭകരമായി മുന്നോട്ട് പോകുന്നു. അങ്ങനെ കേരളത്തോട് അനുഭാവപൂർണമായ സമീപനം സ്വീകരിക്കുന്ന സർക്കാർ, ഞാൻ കൂടുതലായി നീട്ടുന്നില്ല, ഈ കേരളത്തിലെ ഓരോ കാര്യങ്ങളോടും ഇന്ത്യ ഗവൺമെന്റ് വളരെ സ്നേഹവായ്പോടുകൂടിയുള്ള സമീപനമാണ് സ്വീകരിക്കുന്നത്. നമുക്കറിയാം, ഈ കേരളത്തിൽ മാത്രം കിസാൻ സമ്മാൻ പദ്ധതി പാവപ്പെട്ട കർഷകർക്ക് വേണ്ടി നരേന്ദ്രമോദി കേരളത്തിന് വേണ്ടി കൊടുത്തത് ഏതാണ്ട് 27 ലക്ഷം പേർക്കാണ്. 27 ലക്ഷം പേർക്ക് 6,000 രൂപ പ്രതിവർഷം കൊടുക്കുന്ന ഒരു സർക്കാർ, എല്ലാ പാവപ്പെട്ട ആളുകൾക്കും അനുകൂലമായ നിലപാടുകൾ സ്വീകരിക്കുന്ന സർക്കാർ, ആയുഷ്മാൻ ഭാരത് ഉൾപ്പെടെയുള്ള പദ്ധതികൾ, നമുക്കറിയാം കേരളത്തിലെ ഭരണവർഗ മുന്നണികൾ അട്ടിമറിച്ച പദ്ധതിയാണ്. പാവപ്പെട്ട ആളുകൾ, നിർധനരായ ആളുകൾ, കടപ്പാടമില്ലാത്തവൻ, അന്തി ഉറങ്ങാൻ ഇടമില്ലാത്തവൻ, ആ പാവപ്പെട്ടവന് വേണ്ടി, അവന്റെ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടി ശ്രീമാൻ നരേന്ദ്രമോദി ആയുഷ്മാൻ ഭാരത് നടപ്പാക്കുമ്പോൾ ഈ കേരളത്തിലെ ഭരണവർഗ മുന്നണികൾ അട്ടിമറിക്കുന്നു. 70 വയസ്സ് പൂർത്തീകരിച്ചവർക്ക് ആയുഷ്മാൻ ഭാരത് പ്രഖ്യാപിക്കുമ്പോൾ അതിന് അട്ടിമറിക്കുന്നു. പാവപ്പെട്ടവൻ 5 ലക്ഷം രൂപയുടെ സൗജന്യ ചികിത്സാ പദ്ധതി കിട്ടുന്ന അട്ടിമറിക്കുന്ന കേരളത്തിലെ ഭരണവർഗ മുന്നണികൾ മുന്നോട്ട് പോകുമ്പോൾ കേരളത്തിലെ പാവപ്പെട്ടവന് വേണ്ടി, കേരളത്തിലെ സാധാരണക്കാരന് വേണ്ടി, കേരളത്തിലെ അധ്വാന വർഗത്തിന് വേണ്ടി എന്നും കൂടെ നിന്നിട്ടുള്ള ഒരു സർക്കാരാണ് കേന്ദ്ര ഗവൺമെന്റ്, മോഡിയുടെ ഗവൺമെന്റ്. പാവപ്പെട്ടവന് വീട് വെച്ചു കൊടുക്കുന്ന സർക്കാർ എല്ലാത്തിനും പേര് മാറുകയാണ്. നമുക്കറിയാം, പ്രധാനമന്ത്രി ആവാസ് യോജന കേരളത്തിലെത്തുമ്പോൾ ലൈഫാവുകയാണ്. ആയുഷ്മാൻ ഭാരത് കേരളത്തിലെത്തുമ്പോൾ കാരുണ്യ പദ്ധതിയാകുകയാണ്. കേരളത്തിലെ മുഴുവൻ ഗ്രാമങ്ങളിലും ആരോഗ്യ പരിപാലനവുമായി ബന്ധപ്പെട്ട് ഇന്ത്യ ഗവൺമെന്റ് പണം കൊടുക്കുമ്പോ അതിന്റെ ബോർഡ് എഴുതി വെക്കാൻ തയ്യാറല്ല. അങ്ങനെ എല്ലാ അർത്ഥത്തിലും കേന്ദ്ര ഗവൺമെന്റിന്റെ സമ്പൂർണമായ പദ്ധതികളെ ഒരു ഭാഗത്ത് അട്ടിമറിക്കുന്നു, വേറെ ഭാഗത്ത് പേര് മാറ്റുന്നു, വേറെ ഭാഗത്ത് നടപ്പാക്കാൻ കാലതാമസം ഉണ്ടാക്കുന്നു. ഈ കാലയളവിലാണ് വികസിത കേരളം എന്ന 100% പോസിറ്റീവായ രാഷ്ട്രീയ രംഗത്ത് ഒരു പുതിയ മുദ്രാവാക്യവുമായിട്ടാണ് നാം കടന്നു വരുന്നത്.
തീർച്ചയായും ബഹുമാനായ രാജീവ് ചന്ദ്രശേഖർജിയുടെ നേതൃത്വത്തിൽ കേരളത്തിലെ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതാക്കന്മാരായ നമ്മളെല്ലാം ഒരുമിച്ച് നിന്ന് അത്ഭുതകരമായ രാഷ്ട്രീയ പരിവർത്തനത്തിന് മുന്നോട്ട് പോവുകയാണ്. മാറാത്തത് ഇനിയും മാറും, അല്ലെങ്കിൽ ഇനിയും മാറ്റുമെന്ന അത്ഭുതകരമായ കേരളത്തിന്റെ രാഷ്ട്രീയ പരിവർത്തനത്തിൽ നമുക്ക് ഒരുമിച്ച് പങ്കാളികളാകാം, ഒരുമിച്ച് മുന്നോട്ട് പോകാം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. മാറാത്തത് ഇനി മാറും. വികസിത കേരളം കൺവെൻഷനിൽ അടുത്തതായി മണ്ഡലങ്ങളുടെ വക ആദരണീയനായ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർജിക്ക് നൽകുന്ന സ്വീകരണമാണ്. പേര് വിളിക്കുന്നതിനനുസരിച്ച് മണ്ഡലങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ സ്റ്റേജിലേക്ക് വരേണ്ടതാണ്. ആദ്യമായി പാവർട്ടി മണ്ഡലം. जय जय बीजेपी, जय जय भारत माता, जय जय बीजेपी. അഭിവാദ്യങ്ങൾ, രാജീവേട്ടന് അഭിവാദ്യങ്ങൾ. ഐതിഹാസികമായിട്ടുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചരിത്ര വിജയം നേടിയ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ വൻ വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ലീഡ് പാവറട്ടി മണ്ഡലം സ്വീകരണം കൊടുക്കുന്നു. जय जय बीजेपी, जय जय भारत माता. നാട്ടിക ചരിത്ര മണ്ഡലം. വിജയത്തിൽ മണലൂർ മണ്ഡലത്തിന് ശേഷം നാട്ടിക മണ്ഡലം. സുരേഷ് ഗോപിയെ ലോക്സഭയിലേക്ക് നയിച്ച ചരിത്ര വിജയത്തിലേക്ക് വൻ വോട്ടിന്റെ ലീഡ് നേടിയ നാട്ടിക മണ്ഡലത്തിന് ശേഷം ചേർപ്പ് മണ്ഡലം. മണലൂർ മണ്ഡലത്തിന്റെ സ്വീകരണത്തിനായി മണലൂർ മണ്ഡലം ഭാരവാഹികൾ. അടുത്തതായി നാട്ടിക മണ്ഡലം. ഐതിഹാസികമായിട്ടുള്ള ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മുഴുവൻ പഞ്ചായത്തിലും ലീഡ് പിടിച്ച് സുരേഷ് ഗോപിയെ പാർലമെന്റിലേക്ക് നരേന്ദ്രമോദിയുടെ കരങ്ങൾക്ക് ശക്തി പാരാൻ അയച്ച നാട്ടിക മണ്ഡലത്തിന്റെ പ്രസിഡന്റ് റിനി ചേച്ചി ഉൾപ്പെടെയുള്ള ഭാരവാഹികളുടെ സ്വീകരണം. അടുത്തതായി ചേർപ്പ് മണ്ഡലം. ചേർപ്പ് മണ്ഡലം. ചരിത്രം കുറിച്ച തിരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദിയുടെ കരങ്ങൾക്ക് ശക്തി പാരാൻ ചേർപ്പ് മണ്ഡലത്തിലെ മുഴുവൻ പഞ്ചായത്തും ലീഡ് പിടിച്ച് വൻ വിജയം നേടിക്കൊടുത്ത ചിഞ്ചു മണ്ഡലം പ്രസിഡന്റ് ചിഞ്ചുവിന്റെ നേതൃത്വത്തിൽ ആദരണീയ സംസ്ഥാന അധ്യക്ഷന് സ്വീകരണം നൽകുന്നു. അടുത്തതായി പുതുക്കാട് മണ്ഡലം. പുതുക്കാട് മണ്ഡലം. ആമ്പല്ലൂർ മണ്ഡലം. ബോലോ ഭാരത് മാതാ കി ജയ് ജയ് ബിജെപി, ജയ് ജയ് ഭാരത് മാതാ. ചരിത്ര വിജയത്തിൽ പുതുക്കാടിന്റെ പങ്ക് മറച്ചുവെക്കാൻ സാധിക്കില്ല. ചരിത്ര വിജയത്തിന്റെ വൻ വോട്ടിന്റെ ഭൂരിപക്ഷത്തിലേക്ക് സുരേഷ് ഗോപിയെ പാർലമെന്റിലേക്ക് അയച്ച പുതുക്കാട് മണ്ഡലം അധ്യക്ഷൻ അരുൺകുമാറിന്റെ നേതൃത്വത്തിൽ സ്വീകരണം നൽകുന്നു. അടുത്തതായി ഒല്ലൂർ മണ്ഡലം. ആമ്പല്ലൂർ മണ്ഡലത്തിന് ശേഷം ഒല്ലൂർ മണ്ഡലം. ജയ് ജയ് ബിജെപി, ജയ് ജയ് ഭാരത് മാതാ. ചരിത്ര വിജയത്തിന് സുരേഷ് ഗോപിയെ പാർലമെന്റിലേക്ക് അയച്ചപ്പോൾ ആമ്പല്ലൂർ മണ്ഡലം വൻ വോട്ടിന്റെ ലീഡ് പിടിച്ച് സുരേഷ് ഗോപിയുടെ വിജയത്തിന് നാന്ദി കുറിച്ച ആമ്പല്ലൂർ മണ്ഡലം സന്ദീപ് ജിയുടെ നേതൃത്വത്തിൽ സംസ്ഥാന അധ്യക്ഷനെ സ്വീകരിക്കുന്നു. ഒല്ലൂർ മണ്ഡലത്തിന് ശേഷം പീച്ചി മണ്ഡലം. ഉള്ളൂരിന്റെ കോട്ടകുത്തലങ്ങളിൽ ബിജെപിയെ വാഴിക്കില്ല എന്ന് പറഞ്ഞ ഇടതുപക്ഷത്തെയും വലതുപക്ഷത്തെയും വാരി നിലംപൊത്തിയിട്ടുള്ള ബിജെപിയുടെ സാരഥി സുരേഷ് ഗോപിക്ക് വൻ വോട്ടിന്റെ ലീഡ് നൽകിക്കൊണ്ട് ചരിത്രത്തിലാദ്യമായി